Good morning. Good morning all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സെലക്ഷൻ ആയിരുന്നു അല്ലെ? സെലക്ഷൻ എന്താണെന്നും അതേപോലെ തന്നെ സെലക്ഷന്റെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള 4 ഡെഫിനിഷൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓർമ്മയുണ്ടോ? ഓക്കെ, ദെൻ നമ്മളിനി മൂവ് ആകുന്ന പോർഷൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ ആണ്. സെലക്ഷന്റെ ഒബ്ജക്റ്റീവ്സ്. ജസ്റ്റ് എന്താണ് സെലക്ഷൻ? ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ജോബിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ പോസിറ്റീവ് പ്രോസസ് ആണോ നെഗറ്റീവ് പ്രോസസ് ആണോ? ഏത് പ്രോസസ്സാണ് സെലക്ഷൻ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ല, നെഗറ്റീവ് പ്രോസസ് ആണ്. കാരണം എന്താണെന്നറിയാവോ? നമുക്ക് വേണ്ട കാൻഡിഡേറ്റ്സിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ സെലക്ഷൻ എന്ത് പ്രോസസ് ആണെന്ന് പറയുന്നത്? നെഗറ്റീവ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രോസസ് ആണ്. നോക്കാം, നെഗറ്റീവ് പ്രോസസ്. ഓക്കെ, ദെൻ നമ്മൾ ഡെഫിനേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ പിള്ളേരെ? സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, നോക്കാം കേട്ടോ. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ ആണ് ഫസ്റ്റ് പറയുന്ന ഒബ്ജക്റ്റീവ്. സെലക്ട് ദ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. വെരിഫൈ ദ ആപ്ലിക്കൻസ് കേപ്പബിലിറ്റീസ്. നമ്മുടെ ആപ്ലിക്കന്റിന്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് വെരിഫൈ ചെയ്തു. ദെൻ ആണ് നമ്മൾ പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ് അറ്റ് റൈറ്റ് ജോബ്. നമ്മൾ ആ റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ റൈറ്റ് ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുന്നു. ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ചെയ്യുന്നു, ഗ്യാദർ ചെയ്യുന്നു. ദെൻ സേവ് ദ കോസ്റ്റ്. ദെൻ ലാസ്റ്റ് ആണ് സേവ് ദ കോസ്റ്റ്. നമുക്ക് ഓരോന്നും നോക്കാം. സെലക്ട് ദ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. Selection process aims at choosing the most appropriate candidate who meet all the requirements of the position. The best candidate is chosen only after rejecting all unfit applicants through a systematic process of selection. നമ്മള് സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാണ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ അൺഫിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിജക്ട് ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ, സെലക്ഷൻ്റെതായ സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെയാണ് സെലക്ഷൻ എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. വെരിഫൈ ദ ആപ്ലിക്കൻസ് കേപ്പബിലിറ്റീസ്. Selection process helps to match the job requirements with the applicants through a systematic process of selection. നമ്മൾ ഈ ജോബ് റിക്വയർമെന്റ്സിനനുസരിച്ച് ആപ്ലിക്കേഷന്റെ സെലക്ഷൻ പ്രോസസ്സ് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് ഈ സിസ്റ്റമാറ്റിക് പ്രോസസ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ദ പ്രോസസ് ഓഫ് സെലക്ഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് അതിൽ വരുന്ന സ്റ്റെപ്സ് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഈ സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. ആപ്ലിക്കൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് അറ്റ് ദ റൈറ്റ് ജോബ്. Selection process helps to choose the right candidate for the right job
so that he can contribute his best effort towards the achievement of organizational goal by giving a standard performance as deserved. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ബെസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റ് അച്ചീവ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഒരു വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത് എങ്കിൽ ആ വർക്ക് അദ്ദേഹം ഏറ്റവും മനോഹരമായത് ഏറ്റവും ബെസ്റ്റ് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അത് പെർഫോം ചെയ്യും. Then generate information about candidates. അടുത്ത പോയിന്റ് ആണ് generate information about candidates. നോക്കാം. Selection also helps in extracting the information regarding the candidates. നമ്മൾ സെലക്ഷൻ സമയത്ത് നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. The candidate with the view to compare with him with the working information regarding the candidate with a view to compare with him other candidate in order to reach a correct decision. നമ്മൾ എന്തിനായി വരുന്നത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് കാൻഡിഡേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ നമുക്ക് ഏത് കാൻഡിഡേറ്റ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്, ഗ്യാദർ ചെയ്യുന്നത്. ഇത് സേവ് കോസ്റ്റ്. ഓക്കെ, നമ്മൾ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് കോസ്റ്റുകൾ സേവ് ചെയ്യാൻ പറ്റും. The comparison between the right candidates and the job requirement is very crucial in order to enhance the employees' work performance. നമുക്കറിയാം റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും ജോബ് റിക്വയർമെന്റ്സും തമ്മിൽ പ്രോപ്പർ ആയിട്ട് പോയാൽ മാത്രമേ എന്താണ് നമ്മുടെ എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ സപ്പോസ് മിസ്മാച്ച് എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം സെലക്ട് ചെയ്തത് എങ്കിൽ any mismatch in respect can result in high loss to the organization. അത് ഒരുപാട് നഷ്ടം, ഭയങ്കരമായിട്ട് നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹെവി അല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. സോ അത് ആ ഒരു എമൗണ്ട് നമ്മൾ വീണ്ടും സ്പെൻഡ് ചെയ്യേണ്ടത് വരും നമുക്ക് റൈറ്റ് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ. It can be in terms of money, time, and any other factors such as cost of trading, cost of operating, etc. നമ്മളിപ്പോ ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, മണി പോകുന്നുണ്ട്, ട്രെയിനിങ് കോസ്റ്റ് നമ്മുടെ ലോസ്റ്റ് ആവുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അങ്ങനെ ഒരുപാട് ചെലവുകൾ നമുക്ക് വരുന്നുണ്ട്. With the passage of time, the employees may lose the interest in the job and even resign. ഇനിയിപ്പോ അവർ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ഒക്കെ ചെയ്തു അതുകൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങിയാലും അവർക്ക് ആ ഒരു ജോബിൽ താല്പര്യമില്ല, റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ലെങ്കിൽ അത് മേ ബി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആസ് ദ റിസൾട്ട് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ. എന്തുകൊണ്ടായിരിക്കും ഡിസാറ്റിസ്ഫാക്ഷൻ? കാരണം അവർ മേ ബി റിസൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് frustrated employee may pass on some negative and misrepresented news pertaining to the organization. Maybe എന്ത് ചാൻസ് ഉണ്ട്, അവർക്ക് ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നെഗറ്റീവ് ന്യൂസ് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാനുള്ള കാരണവും അത് നമുക്കത് ഭാവിയിൽ അത് ദോഷകരമായിട്ട് ബാധിക്കും. മറ്റ് എംപ്ലോയീസ് ഒന്നും നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കില്ല. which may result in numerous loss in long run. നമുക്കത് ലോങ് റണ്ണിൽ അത് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്നറിയാവോ, ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ അറിയാത്ത ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതൊരു ബേർഡൻ ആയിരിക്കും, അതൊരു ഭാരമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് മാക്സിമം അത് നോക്കും, പക്ഷെ എന്നാലും അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആയിരിക്കും ആ ജോബിനെ കുറിച്ച് അദ്ദേഹത്തിന് ഉണ്ടാവുക. പക്ഷെ ആ വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളെയാണ് നമ്മൾ അസൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ അസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം ഈ വർക്ക് എങ്ങനെയാണ്, അതിന്റെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് മേ ബി നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നെഗറ്റീവ് ന്യൂസ് ഒക്കെ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ഹെൻസ് കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ഓഫ് ദ ഫിറ്റ് ബിറ്റ്വീൻ candidates and ability, the job requirement is necessary for effective selection procedure. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം കാൻഡിഡേറ്റ്സിനെയും അദ്ദേഹത്തിന്റെ എബിലിറ്റീസും നമ്മളുടെ ജോബിന് എത്ര ഫിറ്റ് ആകും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. ദെൻ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് നല്ല എഫക്റ്റീവ് സെലക്ഷൻ പ്രൊസീജിയർ വഴിയായിരിക്കും സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട്.
സോ നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ ആണ്. സെലക്ട് ചെയ്യേണ്ടത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കണം. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്താ വെരിഫൈ ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ capabilities അനുസരിച്ച് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വെരിഫൈ ചെയ്യാനായിട്ട്. പ്ലേസ് ചെയ്യേണ്ടത് റൈറ്റ് കാൻഡിഡേറ്റ്സിനെ റൈറ്റ് ജോബിലേക്കാണ്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഓരോ കാൻഡിഡേറ്റ്സിനെയും കമ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് നമുക്ക് മിസ്മാച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ചെലവുകൾക്ക് വഴിവരും. എന്നുവെച്ചാൽ വീണ്ടും നമുക്ക് ഇപ്പോൾ സ്പെൻഡ് ചെയ്ത അത്രയും എമൗണ്ട് ഓഫ് മണി വീണ്ടും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, നമ്മള് ഇനി നോക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ആണ്. നമ്മള് റിക്രൂട്ട്മെന്റിൽ പറഞ്ഞ പോലെ രണ്ട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സെലക്ഷനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഇന്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും സെക്കൻഡ് വൺ എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ അകത്തുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ പുറത്ത് ചില ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമുക്ക് ഉള്ള ഫാക്ടേഴ്സിന്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നോക്കാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ. The internal and the external factors affecting the selection are as follows. Internal external factors ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. First one, internal environmental factors. Internal environmental factors which affect the selection process includes. Selection process internal environmental factors വരുന്ന ഫസ്റ്റ് വരുന്നത് എന്താണ്, സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. അപ്പോ ഒരു ഓർഗനൈസേഷന്റെ സൈസ് എങ്ങനെയാണ്, കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് നോക്കാം. Selection process is influenced by the size of the organization. Selection process ഒരു ഓർഗനൈസേഷൻ സൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ആണോ ഓർ ലാർജ് സ്കെയിൽ ആണോ എന്നുള്ളത് അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്മോൾ ഓർഗനൈസേഷൻ യൂസ് മോർ ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ് ഇൻ കമ്പാരിസൺ ടു ബിഗ് ഓർഗനൈസേഷൻ, which generally rely upon the formal and systematic selection process.
സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇൻഫോർമൽ സെലക്ഷൻ ആയിരിക്കും കൂടുതൽ നടക്കുന്നത്. എന്താണ് ഇൻഫോർമൽ ആയിട്ടുള്ള സെലക്ഷൻ ആയിരിക്കും. ചില അധികം ഫോർമൽ ആയിട്ടുള്ള സെലക്ഷൻ ആയിരിക്കില്ല, സെലക്ഷൻ പ്രൊസീജിയേഴ്സ് കൂടുതൽ ഉണ്ടാകുന്നില്ല. പക്ഷെ ബിഗ് ഓർഗനൈസേഷനിലാണെങ്കിൽ ഫോർമൽ സെലക്ഷൻ പ്രൊസീജിയർ ആയിരിക്കും. ഒരു സിസ്റ്റമാറ്റിക് സെലക്ഷൻ പ്രോസസ്സ് തന്നെ കണ്ടക്ട് ചെയ്ത് അവർ ഇന്റർവ്യൂവും ടെസ്റ്റും സ്ക്രീനിങ്ങും ഒക്കെ നടത്തിയിട്ടായിരിക്കും നമ്മൾ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. രണ്ടാമതാണ് ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ. Organizations that have a complicated structure significantly require a refined working structure. നമുക്കറിയാം ഏത് ടൈപ്പ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ കുറച്ചും കൂടി വർക്കിംഗ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമ്മളിത് അഫക്ട് ചെയ്യുന്നത്. മോസ്റ്റ് ഓർഗനൈസേഷൻ സ്പ്ലിറ്റ് ദർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ ടു 3 ബേസിക് ടൈപ്പ്. മോസ്റ്റ് ടൈപ്പ് ആയിട്ട് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ടൈപ്സ് ഈസ് ലൈൻ സ്ട്രക്ചർ. Line structure where the specific duties are set to be performed from top to bottom. അപ്പൊ ലൈൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ടോപ്പ് ടു ബോട്ടം നമുക്കറിയാലോ, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോരുത്തർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ അത് അസൈൻ ചെയ്തിട്ടുണ്ടാവും. Then in line and staff structure duties are defined by staff and line. ഇത് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. സ്റ്റാഫുകൾക്കും ലൈനിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഏത് ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വിത്ത് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ്സ് സപ്പോർട്ടിംഗ് ദ ലൈൻ മാനേജർ. സ്റ്റാഫുകൾ ഡിപ്പാർട്ട്മെന്റ്സിൽ സ്റ്റാഫുകൾ എന്ത് ചെയ്യും, ലൈൻ മാനേജേഴ്സിന് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. എ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫങ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. എന്ന് പറഞ്ഞാല് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. മൂന്നാമത്തെ ടൈപ്പ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇതിവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. മേ ബി ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട്സ്, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ്. അപ്പം നമ്മളെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മള് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എല്ലാ ഓർഗനൈസേഷനിലും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ ഏകദേശം ഭൂരിഭാഗം ഓർഗനൈസേഷൻ അങ്ങനെയുണ്ട്. മേ ബി അത് ലൈൻ സ്ട്രക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കാം, ഒരു ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ആയിരിക്കാം. ലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോ സ്പെസിഫിക് എംപ്ലോയി ടോപ്പ് ടു ബോട്ടം ലെവലിലുള്ള എല്ലാ എംപ്ലോയീസും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചറിൽ പറയുകയാണെങ്കിൽ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ലൈൻ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓർഗനൈസേഷന് മൂന്നായിട്ട് എന്ത് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും അതിൻ്റെതായ ഹെഡ് ഉണ്ടാവും. HR ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരിക്കും HR മാനേജർ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരിക്കും മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ എഞ്ചിനീയറിംഗ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. The selection process varies with the types of organization structure. ഓർഗനൈസേഷൻ സ്ട്രക്ചർ അനുസരിച്ച് സെലക്ഷൻ പ്രോസസ്സിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ട് കൊമേഴ്സ് സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു കൊമേഴ്സ് ഈ ഇടയ്ക്ക് പാസ് ഔട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ബികോം ലാസ്റ്റ് ഇയർ പാസ് ഔട്ട് ആരെങ്കിലും ഉണ്ടോ? കൊമേഴ്സ് ബികോം പാസ് ഔട്ട് ആരെങ്കിലും ഉണ്ടോ? അവർക്കൊരു പേപ്പർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ഓർഗനൈസേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ജസ്റ്റ് ഏത് ടൈപ്പ് ആണ് ഓർഗനൈസേഷൻ ഉള്ളത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നു ഉണ്ട്. ഓക്കെ, അതിനെ അഫക്ട് ചെയ്യുന്നു എന്ന് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. എനിക്കപ്പോ മോൻ ബിസിനസ് മാനേജ്മെന്റ് നമ്മൾ പേപ്പർ ചെയ്ത് ഓർമ്മയുണ്ടോ? അതിൽ നമ്മൾ ഓർഗനൈസേഷന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്? ഓക്കെ, അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല, സിമ്പിൾ ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് എന്താണ് നമ്മുടെ സെലക്ഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്, അത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. നെക്സ്റ്റ് ആണ് നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ. Selection process influenced by social pressure as well as because
The selection of the human resource is greatly influenced by legislation, executive orders, and court decision, etc. As every organization has functioned within the society under some social and legislative terms and conditions. നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് കുറച്ച് സോഷ്യൽ പ്രഷറിന് ഇൻഫ്ലുവൻസ് വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന് നമ്മൾ സൊസൈറ്റിയിൽ നിന്നാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ സൊസൈറ്റിയിലുള്ള കുറച്ച് ലെജിസ്ലേഷൻസ്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, ലോസ് എല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? സെലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇപ്പൊ നമ്മള് ഇന്ത്യ ആണ്. അപ്പൊ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്ന എന്താ പറയാ സെലക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി കാൻഡിഡേറ്റ്സ് പൂൾ ആണ്. സെലക്ഷൻ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ്. സെലക്ഷൻ പ്രോസസ് എത്ര ലിസ്റ്റ് കിട്ടണം എന്നുള്ളത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ആൻ എഫക്റ്റീവ് പ്രോസസ് ഓൺലി ഇഫ് ദ ആപ്ലിക്കൻസ് ലിസ്റ്റ് ഈസ് ലാർജ്. സെലക്ഷൻ എപ്പോഴാണ് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആവുന്നത്? സെലക്ഷന്റെ ലിസ്റ്റ് കൂടുമ്പോൾ, ലാർജ് ലിസ്റ്റ് കിട്ടുമ്പോഴാണ് അതിൽ നിന്ന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് കൺസിസ്റ്റ് ഓഫ് കോമ്പീറ്റന്റ് ആപ്ലിക്കൻസ് ഫോർ എ സ്പെസിഫിക് ജോബ് പൊസിഷൻ. അപ്പൊ ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ലാർജ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് സെലക്ടഡ് ഫോർ സ്പെസിഫിക് പൊസിഷൻ when compared with the total applicants gives the selection ratio. എത്ര സെലക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, വേക്കൻസീസ് ഉണ്ട് ഈസ് ടു എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടി എന്നുള്ളതിന് അത് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് സെലക്ടഡ് ഫോർ എ സ്പെസിഫിക് പൊസിഷൻ when compared with the total number of applicants given. Applications given, നമുക്ക് എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടി, അതേപോലെ എത്ര നമ്പേഴ്സ് സെലക്ടഡ് ആയി. നമ്മൾ PSC-യിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പറയാറുണ്ട് എത്രയാണ് 2 lakh എങ്കിലും ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് മേ ബി ഒരു 14 കാൻഡിഡേറ്റ്സിനെ മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ? സെലക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ 14:2 lakh എന്നാണ് എന്ത് വരുന്നത്? ആ ഒരു സെലക്ഷൻ റേഷ്യോ വരുന്നത്. അപ്പൊ കാൻഡിഡേറ്റ്സ് പൂൾ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സെലക്ഷൻ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ടൈം പ്രൊവൈഡ് ഫോർ മേക്കിംഗ് സെലക്ഷൻ ഡിസിഷൻ. അപ്പോ സ്പീഡ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് ടൈം. ടൈം പറഞ്ഞാൽ സെലക്ഷൻ ഡിസിഷൻ കറക്റ്റ് ആയിട്ട് കാൻഡിഡേറ്റ്സ് നമുക്ക് പറഞ്ഞു സെലക്ട് ചെയ്യുക എന്നുള്ള ഡിസിഷൻ കറക്റ്റ് ടൈമിൽ എടുക്കണം. ഓർഗനൈസേഷൻ ക്യാൻ അവോയ്ഡ് ലീഗൽ പ്രോബ്ലംസ് by strictly following the selection policies and procedure. The organization legal problems നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ഷൻ പോളിസീസ് പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഗനൈസേഷന് അതേ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക്കാം. അല്ലെങ്കിൽ കേസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി എന്താണ് ഇപ്പൊ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് തർക്കങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ ചില പ്രോബ്ലംസ് ലീഗൽ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഓർഗനൈസേഷന്റെ പുറത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് സെലക്ഷൻ പ്രോസസ് ഇൻക്ലൂഡ്. ഇതെല്ലാം കാര്യങ്ങളാണ് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നേച്ചർ ഓഫ് ദ ലേബർ മാർക്കറ്റ്, നമ്മുടെ ലേബർ മാർക്കറ്റിന്റെ നേച്ചർ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ട്രേഡ് യൂണിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് നമുക്ക് ഓരോ സെലക്ഷൻ പ്രൊസീജിയേഴ്സിന്റെ കാര്യത്തിലും ഗവൺമെന്റ് കുറച്ച് റെഗുലേഷൻസ് പാസ് ചെയ്തിട്ടുണ്ട്. സോ അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നോക്കാം. The external environmental factors which influence the selection process includes. First പറയുന്നത് the nature of the labor market. Selection process is affected by the nature of the labor market as well as, for example, the selection process will be short and simple. അപ്പോ എന്താ പറയുന്നത്? സെലക്ഷൻ പ്രോസസ്സിനെ നേച്ചർ ഓഫ് ലേബർ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ് വിൽ ബി ഷോർട്ട് ആൻഡ് സിമ്പിൾ ഇഫ് there are very few applicants. അപ്പോ കുറച്ച് ആപ്ലിക്കൻസ് നമുക്ക് ഉള്ളെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് സിമ്പിൾ ആയിരിക്കും. നമുക്ക് അത്രയും ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇന്റർവ്യൂ അവരുടെ സ്കില്ലും നോളജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെരിഫൈ ചെയ്ത് അതിലേക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്താൽ മതി. ഇനി ലേബർ മാർക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും അല്ലെ? അങ്ങനെ വരുമ്പോൾ സെലക്ഷൻ പ്രോസസ്സ് കുറച്ചും കൂടി എന്താവും? ലോങ്ങും കുറച്ചും കൂടി ഹാർഡ് ആവും. കാരണം ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണമല്ലോ. അപ്പൊ കുറച്ചും കൂടി ലോങ്ങും കുറച്ചും കൂടി എന്താവും? ഹാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എക്സാം ഒക്കെ ഇപ്പം
എന്തെങ്കിലും സെലക്ഷൻ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് ഒക്കെ ഇങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ടഫ് ആയിരിക്കും. കാരണം നമുക്ക് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടിയാൽ മതി. നമുക്ക് ആപ്ലിക്കേഷൻസ് ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സാം എങ്ങനെയായിരിക്കും? ടഫ് ആയിരിക്കും. ഓക്കെ, നോക്കാം. നേച്ചർ ഓഫ് ലേബർ മാർക്കറ്റ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. നമ്മുടെ ലേബർ മാർക്കറ്റിൽ ഒരുപാട് എംപ്ലോയീസ് അവൈലബിൾ ആണ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് കുറച്ച് ലോങ്ങും കുറച്ച് ഹാർഡും ആയിരിക്കും. ഇനി കുറച്ച് ഷോർട്ട് നമ്പർ ഓഫ് ആപ്ലിക്കൻസേ ഉള്ളൂങ്കിൽ ഷോർട്ടും സിമ്പിൾ ആയിരിക്കും. ഇനി ട്രേഡ് യൂണിയൻ ആണ്. ട്രേഡ് യൂണിയൻ ഓൾസോ അഫക്ട് ദ സെലക്ഷൻ പ്രൊസീജിയർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ട്രേഡ് യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ട്രേഡ് യൂണിയനിൽ നിന്ന് ഇന്ന ആളെ സെലക്ട് ചെയ്യുന്നതിനുള്ള ഡിമാൻഡ് വരാറുണ്ടെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ട്രേഡ് യൂണിയൻ sometimes recommend some of the applicants for a job and even demanded for their selection. ട്രേഡ് യൂണിയൻ ചിലപ്പോ ഇന്ന ആളെ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ അയാളെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് ചില സമയങ്ങളിൽ അവരെന്തെങ്കിലും ഡിമാൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ട്രേഡ് യൂണിയൻസും അല്ല, മേ ബി ട്രേഡ് യൂണിയനും കമ്പനിയും തമ്മിലും ഇതേ ഒരു ധാരണ ഉണ്ടെങ്കിൽ അവർ പറയുന്ന എംപ്ലോയിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ പറയുന്നത് ഗവൺമെന്റ് റെഗുലേഷൻസ് ആണ്. Organization need to follow the selection norms defined under the regulation prescribed by the government. അപ്പോൾ ഓർഗനൈസേഷൻ എന്തുണ്ട്? സെലക്ഷൻ കറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള, ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ് അനുസരിച്ചാണ് സെലക്ഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. Thus, government rules and regulations such legislation also affect the execution of the selection procedure in an organization. ഒരു ഓർഗനൈസേഷനിൽ സെലക്ഷൻ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് റൂൾസ് റെഗുലേഷൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അല്ലെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തെല്ലാമാണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സെലക്ഷൻ എന്നുള്ളത് ഒന്ന് വേഗം റീഡ് ചെയ്തേ. എല്ലാം വായിച്ചു നോക്കിയോ? എല്ലാവരും വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. സമ്മതിച്ചാൽ മതി. ഓക്കെ, then outcome of selection decision ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ. ഓക്കെ, നമുക്ക് ഡിസിഷന് നാലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ തീരുമാനങ്ങൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അത് ഡിവൈഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ
ട്രൂ പോസിറ്റീവ് ഹൈ ഹിറ്റ് ആണ്. ട്രൂ പോസിറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തത് ബെസ്റ്റ് ആണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ദെൻ ട്രൂ നെഗറ്റീവ് ലോ ഹിറ്റ് ആണ്, നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതാണ്, എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല സെലക്ട് ചെയ്തത്. ഫോൾസ് പോസിറ്റീവ് എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൾസ് ആണ്, തെറ്റാണ്, എന്നാലും പോസിറ്റീവ് ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫോൾസ് നെഗറ്റീവ് എന്ന് വെച്ചാൽ ഫുള്ളി കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തുനിന്നും ഓർഗനൈസേഷന്റെ ഭാഗത്തും ഒട്ടും സപ്പോർട്ട്. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെലക്ഷൻ ഡിസിഷൻസ് എടുക്കുന്നത്. 4 രീതിയാണ് പൊട്ടൻഷ്യൽ ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോന്ന്. നമ്മൾ 4 രീതിയും പറയുന്നുണ്ട്. സെലക്ഷൻ ഡിസിഷൻ ഔട്ട്കം, ദെൻ സക്സസ്, ഇതിൽ ഫെയിലിയർ ഫോൾസ് നെഗറ്റീവും ട്രൂ നെഗറ്റീവ് ആണ്. ശരിക്കും പറഞ്ഞത് ഫെയിലിയർ ആണ് എന്ത് ചെയ്യുന്നത്, ഫെയിലിയർ ആണ് അത് കാണിക്കുന്നത്. ട്രൂ പോസിറ്റീവും ഫോൾസ് പോസിറ്റീവും ഏകദേശം സക്സസ് റേറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം കേട്ടോ, ഇത് നോക്കാം. True positive and true negative decision in selection are correct decision, whereas the rest 2 decisions are the selection errors. അപ്പൊ ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസും ബാക്കി 2 ഡിസിഷൻസും ഏതൊക്കെയാണ്, എന്താണ് ഫോൾസ് നെഗറ്റീവും ഫോൾസ് പോസിറ്റീവും തെറ്റായിട്ടുള്ള ഡിസിഷൻസ് ആണ്. The candidate choose was the best fit for the job and has performed succeed and expected indicated by the by the true positive, high hit ആണ്. എന്നുവെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ് ബെസ്റ്റ് ആണ്, നമ്മുടെ ജോബിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മൾ അവരിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് അവര് അതിൽ സക്സീഡ് ചെയ്യും. ആ ഒരു ഡിസിഷൻ ആണ് ട്രൂ പോസിറ്റീവ് ഡിസിഷൻ അല്ലെങ്കിൽ ഹൈ ഹിറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് true negative reflect the rejection of the candidates based on the presumption that he or she will fail in future and incapable to perform the respective job. ചില കാൻഡിഡേറ്റ്സ് പറയും എന്താണ്, മേ ബി ഞാൻ ആ ജോബ് ചെയ്യാനായിട്ട് ആപ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പെർഫോം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ സ്കിൽസും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഓക്കെ ആയിരിക്കും, ബട്ട് ആ കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് എന്ത് വരുന്നു, റിജക്ഷൻ വരാണ്. അങ്ങനെ വരുന്ന ഡിസിഷനെയാണ് ട്രൂ നെഗറ്റീവ് ഡിസിഷൻ എന്ന് പറയുന്നത്. The rejection of the candidate who could have been succeed based on the failure prediction is reflected by false negative error. മേ ബി അത് അവരുടേതായ ഒരു ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്തു, ഞാൻ മേ ബി അതിൽ ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് കാൻഡിഡേറ്റ്സ് തന്നെ എന്ത് ചെയ്തു പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി അത് ഫോൾസ് നെഗറ്റീവ് എററിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. Or false positive error is the situation when the candidate is selected on the basis that he or she, on other hand, but does not come to the expectation. False positive error എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തു, കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തു സെലക്ട് ചെയ്തു, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക് അവർ വന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും എന്തില്ല, ആ ഒരു പൊട്ടൻഷ്യൽ ആ ഒരു എംപ്ലോയീസിനില്ല. അങ്ങനെ വരുമ്പോഴാണ് ഫോൾസ് പോസിറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഫോൾസ് പോസിറ്റീവ് എറർ ദാറ്റ് കോസ് ദ ഓർഗനൈസേഷൻ ടു സസ്റ്റെയിൻ കോസ്റ്റ്. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്താണ് ട്രൂ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു, പക്ഷെ അദ്ദേഹം ഫോൾസ് പോസിറ്റീവിലേക്ക് വന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും അവർക്ക് എന്തില്ല, ആ ഒരു ഔട്ട്കം ഇല്ലാത്ത പക്ഷം അതെന്തായി ഫോൾസ് പോസിറ്റീവ് എററിലേക്ക് പോയി. സോ നമുക്ക് വീണ്ടും ചെലവ് വരാണ്. ദിസ് കോസ്റ്റ് ഇൻക്ലൂഡ്, നമുക്ക് സസ്റ്റെയിൻ നമുക്ക് ഒരുപാട് ചെലവുകൾ വരാണ്. ഹയറിംഗ് കോസ്റ്റ്, ട്രെയിനിങ് കോസ്റ്റ്, ട്രാൻസ്ഫർ കോസ്റ്റ്, ടെർമിനേഷൻ കോസ്റ്റ്, റീപ്ലേസ്മെന്റ് കോസ്റ്റ്, ഇത്രയും ചെലവുകൾ വീണ്ടും നമ്മുടെ കമ്പനിക്ക് എന്ത് ചെയ്തു വീണ്ടും വരാണ്. നോക്കാം. Both the candidates and organization should make joint decision throughout the selection process. Selection process throughout the decisions എടുക്കുന്നത് ആരാണ്, കാൻഡിഡേറ്റ്സും ഓർഗനൈസേഷനും ആണ്. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഡിസിഷൻ എന്താണ്, ഞാൻ ഈ ഓർഗനൈസേഷനിൽ അവർ പറയുന്ന ജോബ് അനുസരിച്ച് വർക്ക് ചെയ്തോളാം എന്നുള്ളൊരു കൺഫർമേഷൻ ആണ്. ഓർഗനൈസേഷൻ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ള ഈ കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്തോളാം എന്നുള്ള ഡിസിഷൻ ആണ്. രണ്ടുപേരെയും ഡിസിഷൻ ഉണ്ട് ത്രൂ ഔട്ട് സെലക്ഷൻ പ്രോസസ്സിൽ. The job of the candidates is to be determined whether or not the job is appropriate according to his or her needs, interest, skill, and goal.
however the organization make the decision. ഓക്കെ, നമ്മള് കാൻഡിഡേറ്റ്സ് എന്താ ഡിറ്റർമിൻ ചെയ്യണത്? എനിക്ക് ആ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള എന്റെ നീഡ്സിനനുസരിച്ചിട്ടുള്ള ജോബ് എനിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ജോബ് ചെയ്യണോ വേണ്ടേ എന്ന് ആര് ഡിസൈഡ് ചെയ്യും? കാൻഡിഡേറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നു. However, the organization make the decision whether the candidates has necessary talented skill and experience for required position. നമ്മൾ ആ പറഞ്ഞ പൊസിഷനിലേക്ക് പെർഫോം ചെയ്യണം, പൊസിഷനിലേക്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ടാലന്റ് ഉണ്ടോ, സ്കിൽ ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കും. However, if there is a scarcity of qualified candidates in the market, നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കുറവാണെങ്കിൽ the company must make a prompt selection decision. നമ്മൾ കമ്പനി സെലക്ട് ചെയ്യുന്ന ഒരു ഏകദേശ ധാരണയിലുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും. മേ ബി ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് നമ്മൾ വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കാൻഡിഡേറ്റ്സിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിസിഷൻസ് എന്തെല്ലാമാണ്, അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സും ഓർഗനൈസേഷനെയും അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട്. അതൊന്ന് വായിച്ചു നോക്കി. റീഡ് ചെയ്ത് നോക്കിയോ? ഡിസിഷൻസ് എത്ര ടൈപ്സ് ഉണ്ടെന്നും അത് ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ അതിന് എക്സ്ട്രാ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഡിസിഷൻസ് ഏതൊക്കെയാണ്, എത്ര ടൈപ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ദെൻ നമ്മൾ മൂവ് ആകുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ്. എന്താണ്? പ്രോസസ് ഓഫ് സെലക്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ, പോയിന്റ്സ്, ഓരോ പോയിന്റ്സ് വായിക്കുമ്പോഴും എന്തുണ്ട്, ഒരു പ്രോസസ് ഉണ്ട്, സെലക്ഷൻ പ്രോസസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലക്ഷൻ പ്രോസസ് ഓർഗനൈസേഷൻസ് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അതേപോലെ ജോബിനനുസരിച്ച്, ഓരോ ജോബിനനുസരിച്ചും സെലക്ഷൻ പ്രോസസ്സിൽ മാറ്റമുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് ഫോളോ ചെയ്യുന്ന സെലക്ഷൻ പ്രോസസ്സുകൾ, കോമൺലി ഫോളോ ചെയ്യുന്ന സെലക്ഷൻ പ്രോസസ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ selection method determine whether or not the qualification of job applicants are in accordance with the job requirement. നമ്മൾ ചെക്ക് ചെയ്യണം
അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, ആ ജോബ് ആപ്ലിക്കന്റെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് നമ്മുടെ ജോബ് റിക്വയർമെന്റ്സ് മാച്ച് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. സെലക്ഷൻ മെത്തേഡ് അസസ് ദ പെർഫോമൻസ് ഓഫ് ദ ജോബ് ആപ്ലിക്കന്റ്. സെലക്ഷൻ മെത്തേഡിൽ അദ്ദേഹത്തിന്റെ ജോബ് ആപ്ലിക്കന്റിന്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, അസസ് ചെയ്യാണ്. സെലക്ഷൻ മെത്തേഡ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക്, സെലക്ഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക്, അങ്ങനെ നീണ്ടു പോകുന്നതാണ് സെലക്ഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. വിച്ച് വെൻ യൂസ്ഡ് ഇൻ പ്രോപ്പർ സീക്വൻസ് കൺസിസ്റ്റിംഗ് എ സെലക്ഷൻ പ്രോസസ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് നമ്മൾ അത് ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ബാരിയേഴ്സ് ഓഫ് സ്റ്റേജസ്. നമുക്ക് ബാരിയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേജസ് ഉണ്ട്. സെലക്ഷൻ പ്രോസസ്സിന് ഒത്തിരി തടസ്സങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സ്റ്റേജസ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. സെലക്ഷൻ എയിം അറ്റ് generating full information regarding the candidates in order to determine whether they are appropriate for the job or not. നമ്മൾ സെലക്ഷൻ പ്രോസസ്സിൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാദർ ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു ജോബ് ചെയ്യാനായിട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. The selection process differs between ഓർഗനൈസേഷൻ ആൻഡ് അക്രോസ് ഡിഫറെന്റ് ജോബ്. ഓർഗനൈസേഷൻസ് അനുസരിച്ച് അത് മാറ്റം ഉണ്ടാവാറുണ്ട്, അതേപോലെ ജോബിന്റെ ടൈപ്പ് അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. Therefore, an ideal process of selection include the following steps as follows. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് കയറുന്നത് പോലെയല്ല ഈ സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ സാധാരണയായിട്ട് ഒരു ഐഡിയൽ ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയറിന്റെ സ്റ്റെപ്സ് ആണ് നമുക്ക് സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്പ് ആണ് പറയുന്നത്. ഇതിന് സെലക്ഷൻ പ്രോസസ് എന്ന് പറയും, സെലക്ഷൻ പ്രൊസീജിയർ എന്നും പറയൂ കേട്ടോ. സോ ഫസ്റ്റ് ആണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോംസുകളെല്ലാം സ്ക്രീൻ ചെയ്യുന്നു. ദെൻ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്. എന്തെങ്കിലും എക്സാം രൂപേണ OMR സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ദെൻ സെലക്ഷൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാണ്. സെലക്ഷൻ ഇന്റർവ്യൂ കഴിഞ്ഞു. ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ. എല്ലാ ജോബുകൾക്കും മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ല, ബട്ട് ചില ജോബുകൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആണ്. ദെൻ അവരുടെ റെഫറൻസും ബാക്ക്ഗ്രൗണ്ടും വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യാണ്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഹയറിംഗ് ഡിസിഷൻ. നമ്മുടെ ഓർഗനൈസേഷനിൽ അവരെ ഹയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഡിസിഷൻ ആണ് അവസാനത്തെ 6th സ്റ്റെപ്പിൽ വരുന്നത്. നമുക്ക് ഓരോ സ്റ്റെപ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്. ആപ്ലിക്കേഷൻ ഫോംസ് ആണ്. സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് ഫില്ലിംഗ് അപ്പ് ദ ആപ്ലിക്കേഷൻ ഫോംസ് ബൈ ദ കാൻഡിഡേറ്റ്സ്. അവർ കാൻഡിഡേറ്റ്സ് തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, സ്ക്രീൻ ചെയ്യാണ്. These application forms contain information about the applicant such as അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. പേഴ്സണൽ ബയോഡാറ്റ, റെസ്യൂമെ ആണ്, അച്ചീവ്മെന്റ്സ്, മേ ബി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിരിക്കും, ആൻഡ് എക്സ്പീരിയൻസ്, അദ്ദേഹം എവിടെയൊക്കെ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. This types of information is used in order to get the right candidates who are eligible for the vacant position. ഈ ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ആ കാൻഡിഡേറ്റ്സ് നമ്മുടെ ജോബിന് റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് പെർമനന്റ് റെക്കോർഡ് ഓഫ് ദ കാൻഡിഡേറ്റ് ഹു ആർ സെലക്ടഡ്. നമ്മൾ അവർ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം പെർമനന്റ് റെക്കോർഡ് ആയിട്ട് സൂക്ഷിക്കാറുണ്ട്. കാരണം മേ ബി ഏതെങ്കിലും റെഫറൻസിനോ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കത് എന്ത് ചെയ്യാനായിട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. ആഫ്റ്റർ സ്ക്രീനിങ് ഓഫ് ഓൾ ആപ്ലിക്കൻസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം സ്ക്രീൻ ചെയ്തതിനു ശേഷം only those are permitted with continuation of the selection process who are meeting the job requirements and standard set up by the organization. ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ജോബ് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും, സെലക്ട് ചെയ്തു, സ്ക്രീൻ ചെയ്തെടുത്തു. നമുക്ക് വേണ്ട കാൻഡിഡേറ്റ്സിനെ സ്ക്രീൻ ചെയ്തെടുത്തു. If the candidates matching with the job requirements are more than the vacant position, the organization goes only few chosen candidates for future selection process. ഇനി നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ നമ്പേഴ്സിനെ അഫക്ട് ചെയ്യും നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ. എന്ന് വെച്ചാൽ നമ്പേഴ്സ് കുറവാണ്, കാൻഡിഡേറ്റ്സിന്റെ നമ്പേഴ്സ് കുറവാണ്, ജോബ് പൊസിഷൻ കൂടുതലാണെങ്കിൽ അത് മേ ബി അത് കുറച്ചും കൂടി ഓർഗനൈസേഷൻ എന്താ പറയുക സെലക്ഷൻ പ്രോസസ്സിന് കുറച്ച് കാൻഡിഡേറ്റ്സിനെ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് കിട്ടാണ്. നമുക്ക് ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് മാച്ചിങ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ഷൻ പ്രോസസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. എല്ലാ ഏകദേശം എന്തുണ്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവാറുണ്ട് ഏകദേശം എക്സാംസിന്. ഇപ്പൊ PSC ആണെന്ന് വിചാരിക്കും, PSC ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. PSCക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു, നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറില്ല അവര്.
എഴുതിയിട്ടുണ്ടോ? PSC എക്സാം എഴുതിയിട്ടുണ്ടോ? ആരും എഴുതിയിട്ടില്ല. ആർക്കും താല്പര്യമില്ല തോന്നുന്നുണ്ടല്ലേ PSC എക്സാം ഒന്നും, അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിനൊന്നും ഒട്ടും താല്പര്യമില്ല PSC. ഓക്കെ, സെലക്ഷൻ ടെസ്റ്റ് ആണ് then കണ്ടക്ട് ചെയ്യുന്നത്. എവറി ഓർഗനൈസേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് ഫോർ സെലക്ഷൻ പ്രോസസ്സ്. എല്ലാ ഓർഗനൈസേഷനും അതിൻ്റെതായ റൂൾസ് ഉണ്ടാവും സെലക്ഷൻ പ്രോസസ്സിന് റിലേറ്റ് ചെയ്യുന്നത്. To gather the necessary information about the candidate or to reject the candidate who are not qualified for the interview. നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു നോളജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം മേ ബി കോളേജിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ഡിഗ്രീസും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ ജോബ് ചെയ്യാനുള്ള നോളജ് ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ചെക്ക് ചെയ്യാണ്. സോ അപ്പൊ അതിലേതാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ജനറലി selection tests support the information provided by the applicants in application form. Selection test support ചെയ്യുന്നതാണ് നമ്മൾ application ഫോമിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. The selection test could be supplied beneficial information in terms of their attitudes, hobbies, personality. നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് റിലേറ്റഡ് അവരെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ സെലക്ഷൻ ടെസ്റ്റിൽ നിന്ന് കണ്ടക്ട് ചെയ്യാറുണ്ട്. കുറച്ച് ഇൻഫോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. വിച്ച് കനോട്ട് ബി ഒബ്റ്റെയിൻ ത്രൂ ആൻ ആപ്ലിക്കേഷൻ ഫോം. നമുക്ക് ആപ്ലിക്കേഷൻ ഫോം വഴി ഒബ്റ്റെയിൻ ചെയ്യാത്ത കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, സെലക്ഷൻ ടെസ്റ്റ് വഴി കണ്ടക്ട് ചെയ്യും. സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് സെലക്ഷൻ ഇന്റർവ്യൂ. സെലക്ഷൻ ടെസ്റ്റ് ആർ ഫോളോഡ് ബൈ പേഴ്സണൽ ഇന്റർവ്യൂ വിത്ത് ദ കാൻഡിഡേറ്റ്സ്. നമ്മൾ പേഴ്സണലി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പേഴ്സണലി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു. ദ പ്രൈമറി ഗോൾ ഓഫ് എ personal interview is to truly assess the candidate for the job. എന്ന് വെച്ചാൽ നമ്മൾ സെലക്ഷൻ കഴിഞ്ഞു, അല്ല സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞു, ദെൻ ഈ സെലക്ഷൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ ഓരോ വ്യക്തിനെയും നമ്മൾ തറോട്ട്ലി എന്താണ് നമ്മൾ അവരുടെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ചോദിച്ച് മനസ്സിലാക്കാണ്. എന്നിട്ടാണ് നമ്മൾ സെലക്ഷൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് മെയിൻ ഗെയിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഓൾസോ ഗീവ് എ ചാൻസ് ടു ദ കാൻഡിഡേറ്റ് ടു ഗെയിൻ ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സിന് ചോദിക്കാം. നിങ്ങൾ ഇപ്പൊ എന്ത് ജോബിലേക്കാണ്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും, ഈ ജോബിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മള് ഇന്റർവ്യൂറിന്റെ അടുത്ത് നിന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സംടൈം എ പ്രിലിമിനറി ഇന്റർവ്യൂ ടേക്ക് പ്ലേസ് ബിഫോർ കണ്ടക്ടിങ് ദ ടെസ്റ്റ്. ചില സമയത്ത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും ടെസ്റ്റ് വരുന്നത്. അത് ഒരു ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ അനുസരിച്ചായിരിക്കും. ചില ഓർഗനൈസേഷനിൽ സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഇന്റർവ്യൂ എങ്കിൽ ചില സ്ഥലത്ത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും സെലക്ഷൻ വരുന്നത്, ടെസ്റ്റ് വരുന്നത്. അപ്പൊ ടെസ്റ്റും ഇന്റർവ്യൂ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, എല്ലാ ജോബുകൾക്കും ഇല്ല, എന്നാൽ നമുക്ക് നമ്പർ ഓഫ് ജോബ്സിന് എന്തുണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആയിട്ടുണ്ട്. മെഡിക്കൽ എക്സാമിനേഷൻ is performed in order to observe the candidate's stamina or patience level under pressure, as there are several jobs which require a lot of patience. So നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ പേഷ്യൻസ് ആണ് അവിടെ അളക്കുന്നത്. മെഡിക്കൽ എക്സാമിനേഷനിൽ അദ്ദേഹം നല്ല പേഷ്യൻസ് ഉള്ള ആളാണോ, നല്ല ക്യാരക്ടർ, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് പെർഫോം ചെയ്യുന്നതൊക്കെ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ഈ മെഡിക്കൽ എക്സാമിനേഷനിലൂടെ കുറച്ചും കൂടി നമ്മൾ ആ ഒരു കാൻഡിഡേറ്റ്സിന് ഇതിന്റെ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നുകൂടി നോക്കാം. മെഡിക്കൽ എക്സാമിനേഷൻ ഇവാലുവേറ്റ് വെദർ കാൻഡിഡേറ്റ് possess these qualities or not. അദ്ദേഹത്തിന്റെ പേഷ്യൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. It identify the deficiency of selective and qualitative placement for positive cause and not for the rejection only. നമ്മൾ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസും സെലക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ് ദ suitability of a candidate for a job. അപ്പൊ അതില് suitable ആണോ അല്ലേ എന്നും കൂടെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. And prevent its transfer to other job position. മറ്റു ജോബ് പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, PSC എക്സാമ്പിൾ ഞാൻ പറയുകയാണെ. PSC നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു, സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞു, സെലക്ഷൻ ഇന്റർവ്യൂ കഴിഞ്ഞു. ഇതൊന്ന് സെലക്ഷൻ ഇന്റർവ്യൂവിന് മുമ്പായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, ഫോഴ്സ് ഉണ്ടല്ലോ, എന്താ പറയാ, പോലീസ് അതേപോലെ തന്നെ ഫയർഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളിലേക്ക് മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അവർ ആ പറയുന്ന ജോബിന് വേണ്ട ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. മെഡിക്കൽ എക്സാമിനേഷൻ ഇസ് പെർഫോംഡ് ടു
place the right candidates at the right job. Medical examination എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ right candidates right ജോബിലേക്ക് place ചെയ്യാനാണ്. Whether they can function without any kind of ill effect or loss of to their health. അവരുടെ ഹെൽത്തിന് ഒരു പ്രശ്നം പറ്റാത്ത രീതിയിൽ ill effect ഒന്നും ഇല്ലാത്ത രീതിയിൽ അവർ പെർഫോം ചെയ്യാനാണ് മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. It is generally performed by the organization or physician or medical officer authorized by the organization. അത് മേ ബി പെർഫോം ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെതായ ഫിസിഷ്യൻ ആയിരിക്കാം ഓർ മെഡിക്കൽ ഓഫീസർ ആയിരിക്കും. നമ്മൾ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ഓഫീസർ ആയിരിക്കും മെഡിക്കൽ എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. അത് എന്ത് ചെയ്താല് മെഡിക്കൽ എക്സാമിനേഷൻ മെഡിക്കൽ ഓഫീസർ ഓതറൈസ് ചെയ്താൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സെലക്ഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ മിക്ക ഓർഗനൈസേഷനും ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലൊക്കെ എന്തായാലും ഓർഗനൈസേഷൻ്റെതായ ഓൺ ഫിസിഷ്യൻസ് ഉണ്ട്. കാരണം മേ ബി അവർക്ക് സ്ലീപ്പ് ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. നമുക്കറിയാം IT ജോബ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഉറക്കം ശരിയാവണമെന്നില്ല. അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കത് ബാഡ്ലി അയാളുടെ ഹെൽത്തിനെ ബാഡ്ലി അത് എഫക്ട് ചെയ്യും. ഹാലുസിനേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഞാൻ 5th ഉം 6th പോയിന്റ് ഒന്ന് റീഡ് ചെയ്യാണ് കേട്ടോ. അതുകൂടി ഉണ്ട്. മാക്സിമം നോക്കാം, ക്ലാസ് കഴിഞ്ഞതിന് മുമ്പ് തീർക്കാൻ പറ്റുമോ നോക്കാം. ദെൻ റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ആണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോംസിൽ നമ്മുടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇന്നൊരു വ്യക്തിനെ റെഫർ ചെയ്തിട്ടുണ്ടാവും. മേ ബി നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയറിനെ ആയിരിക്കാം, ഓർ നമ്മളുടെ എന്താ പറയുക നമ്മൾ പഠിച്ചിട്ടുള്ള കോളേജിലെ പ്രിൻസി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിനെ നമ്മൾ റെഫറൻസ് ചെക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ മെയിൽ ID കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഓർഗനൈസേഷൻ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓർഗനൈസേഷൻ ഈ എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് റെഫറൻസ് ചെക്കിലും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും വരുന്നത്. ലാസ്റ്റ് ആണ് ഹയറിംഗ് ഡിസിഷൻ. നമ്മള് അവരെ ഹയർ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഈ ടെസ്റ്റുകളും അതേപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷന്റെയും റെഫറൻസ് ചെക്കിന്റെയും സെലക്ഷന്റെ ടെസ്റ്റിലെ മാർക്കും സെലക്ഷൻ ഇന്റർവ്യൂലെ മാർക്കും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് അവർ അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ് സെലക്ട് ചെയ്യാണ്. അപ്പൊ അവിടെയാണ് ഹയറിംഗ് ഡിസിഷൻ വരുന്നത്. ഇതിനെ 2 പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. മേ ബി എക്സ്പ്ലെയിൻ ചെയ്തതിൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്താണ്. ഞാൻ ജസ്റ്റ് ഇന്ന് പറഞ്ഞത് എന്തായിരുന്നു പ്രൊസീജിയർ ആണ്. നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സെലക്ഷൻ പ്രൊസീജിയർ ആണ്. സെലക്ഷൻ പ്രൊസീജിയറിൽ 6 സ്റ്റെപ്സ് ആണ് ഉള്ളത്. സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ, സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഹയറിംഗ് ഡിസിഷൻ. 6 സ്റ്റെപ്സുകളാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ നല്ല രീതിയിൽ വായിച്ചിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ മാം. താങ്ക് യു ഓൾ. Thank you, ma'am.